11 മണിയായാലേ രണ്ടെണ്ണം ഡോഗ് ഫുഡ് കഴിക്കത്തുള്ളൂ. അപ്പൊ അതേ ഒരുത്തന്റെ പാത്രം കണ്ടിരിക്കുന്നത്, അവൻ എവിടെ പോയെന്നല്ലേ, ഇതേണ്ട പുറത്ത് നിന്ന് അവന് ഭയങ്കര ഗാർഡിങ് ഡ്യൂട്ടിയാണ് കേട്ടോ. ഫുഡ് എന്നെടുത്ത് വെച്ചാലും അവന്റെ ഗാർഡിങ് അങ്ങോട്ട് തുടങ്ങും. പ്രശ്നം എന്താന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ സുചേച്ചി വന്നത് തിന്നോണ്ട് പോകും. ഈ സുചേച്ചി ഇവന്റെ കുറെ എന്താണെന്ന് അറിയാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവന്റെ ഫുഡ് കൂടെ നമ്മുടെ ഈ ചേച്ചി കഴിക്കും. പിന്നെ ഇവൻ പട്ടിണി കിടക്കേണ്ടി വരും. ഞാൻ കുറേ നേരം ഇങ്ങോട്ട് വിളിച്ചു, എന്നിട്ട് വരുന്നില്ല. അങ്ങോട്ട് കയറുന്നു ഇങ്ങോട്ട് കയറുന്നു, ആരാണെന്ന് അറിയത്തില്ല കേട്ടോ ഈ കുറച്ച് പേടിപ്പിക്കുന്നു. അവിടെ ആരുമില്ല, വെറു ഷോയ. എപ്പോ ഫുഡ് എടുത്ത് വെച്ചാലും ഇവ ഇങ്ങനെ തന്നെയാണ്. അതേ അവൾ അവിടെ നിന്ന് തിന്നുന്നു. അതുകൊണ്ട് വിഷമിച്ച് ഇതേ ഒരുത്തൻ പരാതി പറയാനായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയേക്കാണ്. അവൻ തിന്നാതിരുന്നിട്ടാണ് അവൾ വന്നത് തിന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് എന്നോട് ഫുഡ് ചോദിച്ചു. അങ്ങനെ ഞാൻ കൊടുത്തു. അപ്പം എന്ത് സാധനം അവന് കൊടുത്താലും അവക്കും കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് അവക്കും കൂടെ കൊടുത്തു. അങ്ങനെ മെല്ലെ മെല്ലെ നിന്ന് തിന്നുന്നുണ്ടോ എന്റെ സാന്റാക്ലോസ് അപ്പൂപ്പൻ. അവൻ അമ്മ ഇനി വല്ല സ്പെഷ്യലും കൊടുക്കും, അവൻ ഇനി എങ്ങനെ ബാക്കി വെക്കുമെന്ന് നോക്കി കിടക്കുകയാണ് ഇവിടെ ഒരുത്തി. ഭാഗ്യത്തിന് അവ ഒന്നും ബാക്കി വെച്ചില്ല, അല്ലെങ്കിൽ അവളുടെ വയറ് പൊട്ടിയേനെ ഉള്ളതെല്ലാം കൂടെ കഴിച്ചു.